ഏട്ടാ സമയട്ടോ 5 minutes കതിർ പോകാം. ഇതെന്താ പോലീസ് വണ്ടി ഇങ്ങോട്ട് വരുന്നത്? ആ റായപ്പൻ, കളക്ടറുടെ ഓഫീസിൽ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. മിനിസ്റ്ററും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളോട് വരാൻ പറഞ്ഞു. കളക്ടർ ഓഫീസല്ലേ, ഞാൻ വന്നേക്കാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കൈയോടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിരിക്കുക. പോയിക്കോ, വന്നേക്കാം. വന്നേ. ബീഗിലകത്ത് പോ. പോ, അകത്ത് പോ. എന്താ എൻ്റെ മോനെ മാച്ച് കളിക്കാൻ വേണ്ടി പോവാ. പോയി കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. പോയിക്കോ. എന്താടാ നിനക്ക് എവിടുന്ന ഇത്രയും ദേഷ്യം? അവൻ പോലീസുകാരൻ, ഞാൻ റൗഡി. അവൻ എന്നോട് അങ്ങനെ മാത്രമേ പെരുമാറുള്ളൂ. നീ എന്തിനാ ഇതിനിടയ്ക്ക് വരുന്നത്? അവൻ എൻ്റെ ദേഹത്ത് കൈവച്ചപ്പോ നീ ശബ്ദം ഉണ്ടാക്കിയില്ലേ? അച്ഛനത് കേട്ടപ്പോ എന്തോ പോലെ തോന്നി മോനെ എനിക്ക്. വേണ്ട ബിഗിലേ, ഒരു സെക്കൻഡ് മതി വെറുതെ വഴിതെറ്റിപ്പോകാൻ. നീ ഒരു സ്പോർട്സ്മാൻ അല്ലേടാ. സന്തോഷമായിട്ട് പലയിടങ്ങളിലും പോയി മാച്ച് കളിച്ച് ജയിച്ചു വരാൻ നോക്കല്ലാതെ വെറുതെ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ ജയിക്കാൻ. മനസ്സിലായോടാ? ശരി, പോട്ടെ സാരല്ല, ഒന്നുമില്ല. ഈ മാച്ച് ജയിച്ചാലേ ഡൽഹിക്ക് പോകാൻ കഴിയുള്ളൂ. അതെ അച്ഛാ. ശ്രദ്ധ എപ്പോഴും മാച്ചിൽ തന്നെ ആയിരിക്കണം. വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കാൻ പാടില്ല. നീ പോയിട്ട് വാ. ബിഗിലേ, കപ്പ് പ്രധാനം ബിഗിലേ. നമസ്കാരം, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുൽ കലാം ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലാണ്. ഇവിടെ ചെന്നൈയിൽ ഈ മാച്ച് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നാഷണൽ സെലക്ടർ ശർമ്മ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അത് നിന്റെ പേരല്ലേ? ഈ മാച്ചിന് ശേഷം വിളിച്ചു കൂവില്ല. വെറും 5 മിനിറ്റ്. ഈ കിടന്ന് കൂവുന്നതെല്ലാം അവസാനിച്ചോളും. എൻജോയ് ചെയ്തോ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ അവസാന നിമിഷങ്ങൾ. ഇവിടെ പിടിച്ചു കെട്ടുക. എന്താണോ 8 വർഷത്തെ ചാമ്പ്യൻ എന്ന അഹങ്കാരം. ചങ്ങാതി, വിജയം കണ്ണു മറയ്ക്കും, തോൽവി പലതും പഠിപ്പിക്കും. നമ്മളെപ്പോഴും ജയിക്കാൻ വേണ്ടി കളിക്കണം. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കളത്തിലിറങ്ങരുത്. പഠിച്ചോളും. ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ പോകുന്നത് മണിപ്പൂരോ അതോ തമിഴ്നാടോ? കാത്തിരുന്ന് കാണാം. അലക്സ്, റായപ്പൻ, ഇത് നിങ്ങൾക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണ്. നിങ്ങൾ തമ്മിലുള്ള വഴക്കില് ഈ 3 മാസം കൊണ്ട് 13 പേർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കായിരുന്നു. അതുണ്ടാക്കി അവരോട് ചോദിക്കേ. അവന്മാർ തുടങ്ങി വെച്ചു, ഞങ്ങൾ അവസാനിപ്പിച്ചു. അല്ലേ റാവുത്തറേ? അവൻ കുറ്റം ചെയ്തു സാറേ. ആ കുറ്റം തടയാൻ വേണ്ടി കളത്തിൽ ഞങ്ങൾ ഇറങ്ങേണ്ടതായി വന്നു. കുറ്റം കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും പോലീസും കോടതിയുമില്ലേ? അതിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടോ സാറേ? വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ എന്തിനാ അവരന്വേഷിക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ അവർ ഞങ്ങളെ അന്വേഷിക്കുന്നത്. വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒതുങ്ങും, അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടല്ല. ആവശ്യമില്ലാതെ ഞങ്ങളെ വലിച്ചഴക്കരുത്, പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ സൈലൻ്റായിട്ടൊന്നും ഞങ്ങൾ വരില്ല. എന്താ മിനിസ്റ്ററെ?
മാച്ച് കൂച്ച് 2-0. 2-0 അല്ലേ ഉള്ളൂ. അവൻ ഗോള് തടയാൻ വേണ്ടിയാടാ കളിക്കുന്നത്. നമ്മൾ ഗോൾ അടിക്കാൻ വേണ്ടി കളിക്കും. നമ്മുടെ മണ്ണിൽ മറ്റൊരു ടീമിന് ജയിക്കാൻ വേണ്ടി വിടുവോ? അവരുടെ കളി കണ്ടിരുന്നതൊക്കെ മതി. ഇനി നമ്മുടെ കളി എന്താണെന്ന് കാണിക്കാം. സെക്കൻഡ് ഹാഫിൽ തമിഴ്നാട് ടീം വളരെ ഉന്മേഷത്തോടു കൂടി തന്നെ ഇറങ്ങുകയാണ്. ഈ ഹാഫിൽ അവർക്ക് ഗോൾ അടിച്ചേ പറ്റൂ. What a fabulous goal by Bigel. ഈ കംബാക്കിന്റെ ആർക്കിടെക്ചർ ആരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് ബിഗിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റായപ്പൻ എന്താ നിങ്ങളുടെ തീരുമാനം? എനിക്ക് ആവശ്യം പണവും പദവി അധികാരം ഒന്നുമല്ല സാർ. എനിക്ക് എൻ്റെ ജനങ്ങളുടെ സമാധാനമാണ് ആവശ്യം. അവരെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം. അതിന് തടസ്സമായിട്ട് ആര് വന്നാലും ശരി, ആര് വന്നാലും തട്ടി എതിർത്ത് ചോദിക്കും. ശരി, വരട്ടെ. ഏയ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ മറ്റടുത്ത ഇരിക്കണവിടെ. ഏയ്, എന്താടാ എന്താ എന്താടാ എന്താടാ? നിനക്ക് എത്ര വയസ്സായി മോനെ? മുതിർന്നവരോട് ഇങ്ങനെ പെരുമാറാവോ? ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ നിന്റെ അച്ഛൻ? വേണ്ട. തെറ്റ് തെറ്റ്. രായപ്പന് വയസ്സായി പോയി. വിളിച്ചു പറഞ്ഞ അതെല്ലാം അനുസരിക്കുമെന്ന് വിചാരിച്ചല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? വരുന്ന 7 ദിവസം കൊണ്ട് എല്ലാം തീർക്കണം, അതല്ലേ? ഇന്നേതാടാ ആഴ്ച? തിങ്കളാഴ്ച ഏട്ടാ. അടുത്ത തിങ്കളാഴ്ച എല്ലാം അവസാനിപ്പിക്കാം. സർവ്വതും തീർത്തേക്കാം. Well done, my buddy. What a fantastic game. Totally an international standard. താങ്ക് യു സർ. Proud to have you in the national team. ഈ സീസണിൽ മാത്രം 28 ഗോളല്ലേ അടിച്ചത്? അതെ സർ. ഒരു പ്ലെയർ ആയിട്ട് മാത്രമല്ല, നിന്റെ ക്യാപ്റ്റൻസി മെച്ചൂർഡ് ആയിരുന്നു. ഇഫ് ഓൾ ഗോ വെൽ, നിങ്ങൾ ഇന്ത്യൻ ടീം ലീഡ് ചെയ്യുന്നതിന് എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. നോക്കാം സെലക്ഷൻ കമ്മിറ്റി എന്താ പറയുന്നത്.